ഹലോ, എൻ്റെ പേര് സിഡ്നി ഹാർപ്പർ. എനിക്കിപ്പോൾ പ്രായം 23 ഞാനൊരു കൺസൾട്ടൻ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇതേപോലുള്ള ജോലി ആയിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ അതെൻ്റെ ബില്ല് പേ ചെയ്യും. ഏകദേശം എല്ലാ ദിവസങ്ങളിലും ഞാനൊരു ഓട്ടോ പൈലറ്റ് പോലെ ആയിരിക്കും. എൻ്റെ ജോലി ചെയ്യും, ഇമെയിൽസിന് ഉത്തരം കൊടുക്കും, പിന്നെ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യും. എല്ലാ ദിവസവും എനിക്ക് ഒരേപോലെ തന്നെ ആയിരുന്നു. സത്യം പറയാലോ, ഈ ഒരു ജോലി എനിക്ക് മടുത്തു. ഞാനൊരു വലിയ സോഷ്യൽ ലൈഫ് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എനിക്ക് ഈ ഒരു ഓഫീസിലായാലും പണ്ടത്തെ കോളേജിലായാലും അധികം കൂട്ടുകാരൊന്നുമില്ല. കുറെ ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ ഷോൾഡറിൽ വെയിറ്റ് ക്യാരി ചെയ്യുകയായിരുന്നു. വർക്കിന്റെ സ്ട്രെസ്, പിന്നെ ഒരുപാട് ടാസ്ക്. അപ്പോഴാണ് മൈക്ക്, കോളേജ് മുതലേ എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു, എന്നോട് ഒരു വീക്കെൻഡ് ട്രിപ്പ് പോകാൻ പറഞ്ഞത്. കൂടെ എൻ്റെ മറ്റൊരു സുഹൃത്തായ നോറ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകാൻ ഉറപ്പിച്ചു. വുഡ്ബറി എന്ന സ്ഥലത്ത് അവൻ ഏതോ ക്യാബിൻ കണ്ടുപിടിച്ചു എന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്നും അത്ര ദൂരമൊന്നുമില്ല. വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഉറപ്പായും സ്നോ ഉണ്ടാകും. അതെനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നി. കുറച്ച് ദിവസത്തേക്ക് എല്ലാം നിന്നും മാറി നിൽക്കാം. വർക്കില്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല, റിലാക്സ് ചെയ്യാൻ മാത്രമുള്ള സമയം. നോറക്ക് കുറച്ച് വർക്ക് ലോഡ് ഉള്ളതുകൊണ്ട് തന്നെ അവൾ നമ്മുടെ കൂടെ ആയിരിക്കില്ല വരുന്നത്. ഞാനും മൈക്കും ഒരു കാറിൽ ഒരുമിച്ചാണ് പോകുന്നത്. അതിനുശേഷം അവൾ അവളുടെ കാർ എടുത്തിട്ട് വരും. അങ്ങനെ ആ ദിവസം വന്നെത്തുകയാണ്. മൈക്ക് അവന്റെ കാറും എടുത്ത് എന്നെ കൂട്ടാൻ വന്നു. സത്യം പറയാലോ, ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ മൈക്കിനെ നേരിട്ട് കാണുന്നത്. ഞാനും മൈക്കും ഒരുപാട് സംസാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ബാഗ്സ് ആ ഒരു കാറിന്റെ ഡിക്കിയിൽ വെക്കുകയാണ്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കാറിന്റെ ഉള്ളിൽ കയറി. മൈക്കാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. മൈക്ക് അങ്ങനെ വണ്ടിയിലെ മ്യൂസിക് ഓണാക്കി. ഒരുപാട് നേരം നമ്മൾ ഡ്രൈവ് ചെയ്തു. എന്നിട്ട് മൈക്ക് എന്നെ നോക്കി പറഞ്ഞു, എന്തായാലും ഇത് നമ്മുടെ ബെസ്റ്റ് ടൈമാണ്. ഇനിയും ക്യാബിനിലെത്താൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ക്യാബിനിലെത്തുന്നതിന് മുൻപ് നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചാലോ? ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. കാരണം എനിക്ക് അവനേക്കാൾ വിശക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വഴിയിൽ എവിടെയും ഹോട്ടൽസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മൾ ഒരു റോഡ് സൈഡ് ഹോട്ടൽ കാണുകയാണ്. ഒരു പിസ്സ ഷോപ്പായിരുന്നു അത്. ഒരുപാട് ഹോട്ടലായിരുന്നു. 90s തൊട്ട് പെയിന്റ് ചെയ്തില്ല എന്ന് തോന്നുന്നു. മൈക്ക് എന്നോട് ഇതായിരിക്കും ബെസ്റ്റ് ബെറ്റ് എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്നും പറഞ്ഞു. ആ ഒരു സ്ഥലം വളരെ ചെറുതായിരുന്നു. ഒരു കൗണ്ടർ, പിന്നെ ദൂരെ ഒരു ഫ്രിഡ്ജ്, പിന്നെ താഴെ ഒരുപാട് പേപ്പേഴ്സ് താഴെ വീണിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന കൗണ്ടറിൽ ഒരു വർക്കറിനെ കാണുകയാണ്. മൈക്ക് അയാളുടെ അടുത്ത് പോയി 2 ചീസ് പിസ്സ ഓർഡർ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന ഒരു എംപ്റ്റി സീറ്റിൽ പോയിരുന്നു. നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ന്യൂസ് പേപ്പേഴ്സ് എടുത്ത് വായിച്ചു. അപ്പോഴാണ് ഒരു ഹെഡ്ലൈൻ നമ്മൾ കണ്ടത്. ലോക്കൽ ക്യാബിൻ ക്ലോസ്ഡ് ആഫ്റ്റർ ഡിസ്റ്റർബൻസ്, നോ സസ്പെക്ട്സ് ഫൗണ്ട്. ഇതൊരു ക്യാബിനെ കുറിച്ചിട്ടുള്ള ന്യൂസ് ആയിരുന്നു. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പിസ്സ എത്തുകയാണ്. അങ്ങനെ അവർ കൊണ്ടുതന്ന വർക്കർ നമ്മളോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന്. മൈക്ക് പറഞ്ഞു, നമ്മുടെ വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാബിനിൽ താമസിക്കാൻ പോവുകയാണ്. അയാൾ വീണ്ടും പറഞ്ഞു, എവിടെയുള്ള ക്യാബിനാണ്? അയാൾ കുറച്ചു നേരത്തേക്ക് മൈക്കിനെ തന്നെ നോക്കുകയായിരുന്നു. മൈക്ക് അതിന് ഉത്തരം നൽകി, വുഡ്ബറി, ഈസ്റ്റ് സൈഡിലെ വുഡ്ബറി ആണെന്ന് തോന്നുന്നു. അയാൾ അതിന് പെട്ടെന്ന് ഉത്തരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ എക്സ്പ്രഷൻ മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഓഹ്, ആ സ്ഥലമോ? കുറച്ച് സമയത്തിന് ശേഷം അയാൾ വീണ്ടും പറഞ്ഞു, നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം കേട്ടോ. ഇതും പറഞ്ഞ് അയാൾ പോവുകയാണ്. നമുക്ക് രണ്ടുപേർക്കും അതെന്തോ വീടായിട്ട് തോന്നി. പക്ഷേ കൂടുതൽ ശ്രദ്ധ അതിന് കൊടുക്കാൻ നമുക്ക് തോന്നിയില്ല. നമ്മൾ കഴിക്കാൻ പോകുന്ന സമയമായിരുന്നു നോറ നമുക്ക് രണ്ടുപേർക്കും ഒരു വോയിസ് മെസ്സേജ് അയച്ചത്. അവൾ അവളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ആ ഒരു വോയിസ് മെസ്സേജിൽ ഉണ്ടായിരുന്നത്. അവൾ ഇവിടെ എത്താൻ എന്തായാലും കുറെ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അവളെ വെയിറ്റ് ചെയ്യണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു. അവൾ കുറച്ചു കഴിഞ്ഞിട്ട് ക്യാബിനിൽ വരട്ടെ. അങ്ങനെ നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ്. ആ സമയമാണ് ഒരു ജാക്കറ്റ് ഇട്ട ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഹലോ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ അയാൾ വീണ്ടും പറയാൻ തുടങ്ങി, ആ ഒരു കാർ നിങ്ങളുടെയല്ലേ? നമ്മൾ അതെ എന്ന് പറഞ്ഞു. അയാൾ നമ്മളോട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവസാനം അയാൾ പറഞ്ഞു, എന്റെ പിക്കപ്പ് ട്രക്കിന് എന്തോ പറ്റി, അത് സ്റ്റാർട്ട് ആകുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം വരട്ടെ? നിങ്ങൾ വിടുമെന്ന് എനിക്കറിയാം, എന്തായാലും ഞാൻ പറഞ്ഞതാണ്. ഞാൻ യെസ് എന്ന് പറയാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് മൈക്ക് നോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഹൈക്കറിന്റെ ഭാവം മാറുന്നത് ശ്രദ്ധിച്ചു. അങ്ങനെ അയാൾ നമ്മളോട് ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു. മൈക്കിന് അത് ഇഷ്ടപ്പെട്ടില്ല. മൈക്ക് അവനുമായി വഴക്കാക്കാൻ പോയി. ഞാൻ അവനെ തടയാൻ നോക്കി. ഇത് കണ്ട് പേടിച്ച ഹൈക്കർ ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. ഞാൻ വിൻഡോയിലെ കൂടെ പുറത്തു നോക്കി. അപ്പോഴാണ് ഒരു സംഭവം ഞാൻ കണ്ടത്. മറ്റൊന്നുമല്ല, ആ ഒരു ഹൈക്കറാണെങ്കിൽ മറ്റൊരാളുടെ കാറിൽ കയറി പോവുകയായിരുന്നു. ഞാൻ മൈക്കിനോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് അവനൊരു സ്റ്റോക്കർ ആണെന്നാണ്. നീ നോ എന്ന് പറഞ്ഞത് നന്നായി. മൈക്ക് അതിന് മറുപടി തന്നിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ നമ്മൾ പിസ്സ കഴിച്ചു തീർത്തു. അങ്ങനെ നമ്മൾ നമ്മുടെ കാറിൽ കയറി. ഈ പ്രാവശ്യം ഞാനാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. മൈക്ക് ഇപ്പോൾ ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മുടെ ക്യാബിനിൽ എത്തുകയാണ്. വാതിൽ തുറന്ന് അകത്ത് കയറി. നല്ലൊരു ക്യാബിൻ തന്നെയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, മൈക്കിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ലോഡ് ചെയ്തു. ഈ ഒരു ക്യാബിനിൽ ഒരു ബേസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു. ഞാനും മൈക്കും വെറുതെ താഴേക്ക് പോയി നോക്കി. സത്യം പറയാലോ, ഭയപ്പെടുത്തുന്ന ബേസ്മെന്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മൾ താഴത്തെ ഫ്ലോർ മുഴുവൻ ചെക്കൗട്ട് ചെയ്തു. ഇനി മുകളിലത്തെ ഫ്ലോറിലെ കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ ആദ്യത്തെ റൂമിന്റെ വാതിൽ തുറക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ നമ്മുടെ മുന്നിലേക്ക് ചാടി വന്നത്. ഈ ഒരു ക്യാബിനിൽ നമ്മളെ കൂടാതെ മറ്റാരോ ഉണ്ട്. നീ ആരാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അത് വൃദ്ധനായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അയാൾ നമ്മളെ നോക്കി പറയുകയാണ്, ഈ ഒരു വീടിന്റെ ഓണർ ഞാനാണ്. എൻ്റെ പേര് റിക്ക് എന്നാണ്. ഞാനിവിടെ എൻ്റെ പൂച്ചയെ തേടുകയായിരുന്നു. നമ്മൾ പറഞ്ഞു, ഓക്കെ, പക്ഷെ നമ്മൾ തനിച്ചല്ലേ ഈ ഒരു വീട്ടിൽ വേണ്ടത്? നിങ്ങൾ എന്താണ് ഇവിടെ താമസിക്കാൻ പോവുകയാണോ? അയാൾ പറഞ്ഞു, അല്ല അല്ല, വരുന്ന ഗസ്റ്റിനെ ഈ ഒരു വീടൊക്കെ കാണിച്ചു കൊടുക്കേണ്ടേ, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണ്ടേ, അതിനല്ലേ ഈ ഒരു വീടിന്റെ ഓണർ ഉള്ളത്. അങ്ങനെ മൈക്കും റിക്കും അഥവാ വീടിന്റെ ഓണർ റൂമിന്റെ പുറത്തിറങ്ങുകയാണ്. ഞാൻ ആ ഒരു റൂമിൽ തന്നെ ആയിരുന്നു. എനിക്ക് ഈ ഒരു കാര്യം എന്തോ വീടായിട്ട് തോന്നി. അതുകൂടാതെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്നും എനിക്ക് തോന്നി. അങ്ങനെ അയാൾ നമുക്ക് ഈ ഒരു ക്യാബിനിലെ എല്ലാ റൂമുകളും കാണിച്ചു തരികയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അയാൾ പോയി. അങ്ങനെ കുറച്ച് സമയം കടന്നു പോവുകയാണ്. നമുക്ക് ബോറടിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഞാനൊരു ഐഡിയ മൈക്കിനോട് പറഞ്ഞത്. ഈ ഒരു വീടിന്റെ ഓണർ ഈ ഒരു ക്യാബിന്റെ ബാക്കിൽ ഒരു ചെറിയ പോണ്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് മീനുകൾ ഉണ്ടാകും. അപ്പോൾ മീൻ പിടിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അതുകൂടാതെ പിടിച്ച മീൻ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാനും സാധിക്കും. അങ്ങനെ നമ്മൾ രണ്ടുപേരും അങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. നമ്മൾ ഈ ഒരു ക്യാബിന്റെ ഷെഡിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ആ ഒരു പോണ്ടിന്റെ അടുത്ത് പോയിരുന്ന് മീൻ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് കുറച്ച് കാർപ്പ് കിട്ടി. നമ്മൾ കിച്ചണിൽ പോയി ഡിഷൊക്കെ ഉണ്ടാക്കി ഓവനിൽ വെച്ചു. ഇനി റെഡിയാക്കാൻ കുറച്ച് സമയമെടുക്കും. ആ സമയം വരെ എന്തു ചെയ്യുമെന്ന് നമ്മൾ ആലോചിച്ചു. അപ്പോഴാണ് മൈക്ക് എന്നോടൊരു കാര്യം പറഞ്ഞത്. ഈ ഒരു വീട്ടിൽ ബോർഡ് ഗെയിംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഒരു ബോർഡ് ഗെയിംസിൽ ഓജ ബോർഡ് ഉണ്ടെങ്കിൽ അതെടുത്ത് കളിക്കാമെന്ന് മൈക്ക് എന്നോട് പറഞ്ഞു. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പൊതുവെ ഈ ഒരു ഗോസ്റ്റിന്റെ ടോപ്പിക് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് നോക്കാറ്. കാരണം എനിക്ക് ഭയമാണ്. എന്തായാലും മൈക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബോർഡ് ഗെയിം കളിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഞാൻ മുകളിലെ റൂമിൽ പോയി എല്ലാ ബോർഡ് ഗെയിമും പരിശോധിച്ചു. അങ്ങനെ അവസാനം എനിക്കത് കിട്ടി. മൈക്ക് പറഞ്ഞ് ഓജ ബോർഡ്. അങ്ങനെ ഞാൻ ഓജ ബോർഡും എടുത്ത് താഴേക്ക് വരികയാണ്. മൈക്കിനെ കാണിച്ചു. മൈക്കിനപ്പോൾ സന്തോഷമായി. മൈക്ക് എന്നോട് പറഞ്ഞു, എന്തായാലും ഇവിടുന്ന് കളിച്ചാൽ വൈബ് ലഭിക്കില്ല. അതുകൊണ്ട് നമുക്ക് നല്ല ഹൊറർ ആംബിയൻസിലെ സ്ഥലത്ത് പോയിട്ട് തന്നെ കളിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ബേസ്മെന്റിൽ പോയി കളിച്ചാലോ? എനിക്കതിന് നോ എന്ന് പറയാൻ സാധിച്ചില്ല. അങ്ങനെ നമ്മൾ രണ്ടുപേരും ബേസ്മെന്റിൽ പോവുകയാണ്. നമ്മൾ അവിടുത്തെ എല്ലാ ലൈറ്റും ഓഫാക്കി. എന്നിട്ട് മെഴുകുതിരി കത്തിച്ചു. നമ്മൾ കളിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. അങ്ങനെ മൈക്ക് എന്നോട് ഈ ഒരു പാരാനോർമൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ രണ്ടുപേരും കോയിനിൽ നമ്മുടെ വിരൽ വെച്ചു. എന്നിട്ട് ഞാൻ പറയുവാൻ തുടങ്ങി, ആർ ദർ എനി സ്പിരിറ്റ്സ് ഹു വാണ്ട് ടു ടോക്ക് വിത്ത് അസ്? അപ്പോൾ പെട്ടെന്നായിരുന്നു കോയിൻ അനങ്ങാൻ തുടങ്ങിയത്. മൈക്ക് ചോദിച്ചു, ഇത് നീയല്ല ചെയ്യുന്നത്, സത്യം പറ. മൈക്ക് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാനല്ല സത്യം, ഞാനല്ലാതെ അനക്കിയത്, ഇത് താനെ അനങ്ങിയതാണ്. മൈക്ക് ഈ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. മൈക്ക് എന്നിട്ട് അടുത്ത ചോദ്യം ചോദിച്ചു, ആഫ്റ്റർ ലൈഫ് എങ്ങനെയുണ്ട്? അപ്പോഴാണ് കോയിൻ വയലന്റ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. കുറച്ചു നേരം അത് മൂവ് ചെയ്തു. എന്നിട്ട് അത് നിർത്തി. നമുക്കത് വായിച്ചെടുക്കാൻ സാധിച്ചില്ല. നെക്സ്റ്റ് ചോദ്യം ഞാനാണ് ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, നീ ഈ ഒരു ക്യാബിനിലാണോ താമസിച്ചത്? കോയിൻ മൂവ് ചെയ്ത് യെസിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം മൈക്ക് ചോദിച്ചു, കമോൺ ബഡി, നീ ഒരു സൈൻ കാണിച്ചതാ. അപ്പോഴാണ് മെഴുകുതിരി അണഞ്ഞത്. അതുകൂടാതെ അവിടെ തുറന്നിട്ട കബോർഡിൽ നിന്നും ഒരു സാധനം താഴെ വീഴുകയാണ്. ആ ഒരു ശബ്ദം കേട്ട് നമ്മൾ രണ്ടുപേരും ഭയന്നു വിറച്ചു. അപ്പോഴാണ് മൈക്ക് ഭയപ്പെട്ട് അവിടെ നിന്നും ഓടിപ്പോയത്. ഞാൻ ഈ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കരുതിയത് മൈക്കിന് നല്ല ധൈര്യമുണ്ടെന്നാണ്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചത്, എന്തായാലും മൈക്ക് ഇങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം പറയണ്ടല്ലോ. ഞാനും ഭയന്ന് വിറച്ച് മുകളിലേക്ക് ഓടുകയാണ്. മൈക്ക് അവിടെ ഭയപ്പെട്ട് സോഫയിൽ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ മൈക്കിനെ പോയി കളിയാക്കി. ലോകത്തിലെ ഏറ്റവും ധൈര്യശാലിയായ വ്യക്തിയല്ലേ അല്ലേ? മൈക്ക് പറഞ്ഞു, നീ എന്താണ് പറയുന്നത്? താഴെ ശരിക്കും പ്രേതമുണ്ട്. ഞാൻ മൈക്കിനോട് പറഞ്ഞു,
ചിലപ്പോൾ കാറ്റ് കാരണം അത് അനങ്ങിയതായിരിക്കാം. എന്തായാലും ഇതിനെക്കുറിച്ച് അധികം ചിന്തിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കിച്ചണിൽ ഡിഷ് എടുക്കാനായി പോയി. അപ്പോഴാണ് ഒരു വിചിത്രമായ കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. മറ്റൊന്നും ആയിരുന്നില്ല, ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നു ഇരിക്കുകയായിരുന്നു. എനിക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മൾ ബേസ്മെന്റിൽ ഊജ ബോർഡ് കളിക്കാൻ പോയപ്പോൾ ഫ്രിഡ്ജിന്റെ ഡോർ പൂട്ടിയിട്ടാണ് പോയത്. പക്ഷേ ഇതെങ്ങനെയാണ്? ഞാൻ ഫ്രിഡ്ജിന്റെ ഡോർ ക്ലോസ് ചെയ്തു. അപ്പോഴാണ് മൈക്ക് പെട്ടെന്ന് ഫുഡ് എടുക്കാനായി പറഞ്ഞത്. അങ്ങനെ ഞാൻ ഫുഡ് എടുത്ത് സോഫയിലിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും TV കണ്ട് ആ ഒരു ഫുഡ് കഴിച്ചു. അപ്പോഴാണ് മൈക്ക് എന്നോട് അവന്റെ കമ്പ്യൂട്ടറിൽ എന്തോ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. അതും പറഞ്ഞ് അവന് മുകളിലേക്ക് പോയി. ഞാനാണെങ്കിൽ പാത്രം കഴുകാനായി കിച്ചണിലേക്കും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് മുകളിൽ നിന്നും എന്തോ ശബ്ദം ഞാൻ കേട്ടത്. ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. മൈക്കിന്റെ റൂമിൽ നിന്നുമാണ് ശബ്ദം കേട്ടത്. ഞാൻ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് അകത്ത് കയറി. അവിടെ മൈക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവൻ പെട്ടെന്ന് ബാഗിൽ നിന്നും ചാടി വന്നത്. അവൻ അതൊരു പ്രാങ്ക് ആണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് അവൻ എന്നോട് പറഞ്ഞത്, എന്തായാലും നമുക്കിനി ചെയ്യാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചാലോ? എനിക്ക് നോ എന്ന് അവനോട് പറയണമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയില്ല. അവൻ ആദ്യം കൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനാണ് ഒളിക്കേണ്ടത്. അവൻ കൗണ്ട് ചെയ്യാൻ തുടങ്ങി. ബേസ്മെന്റ് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ബേസ്മെന്റിലേക്ക് പോയി. അങ്ങനെ ഞാൻ ബേസ്മെന്റിലേക്കുള്ള സ്റ്റെപ്പിന്റെ താഴെയുള്ള റൂമിൽ കയറി ഒളിച്ചു. അപ്പോഴാണ് ഞാൻ നോറയെ പറ്റി ആലോചിച്ചത്. അവളെന്നാ ഇത്തിരി സമയമായിട്ട് വരാത്തത്? ചിലപ്പോൾ അവൾ എവിടെയെങ്കിലും കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ കരുതി. ആ സമയമാണ് പെട്ടെന്ന് മൈക്ക് കയറി വന്നത്. അവൻ എന്നെ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഞാനാണ് അവനെ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം എന്റെ റൂമിന്റെ കബോർഡിൽ ഞാൻ അവനെ കണ്ടുപിടിച്ചു. അപ്പോഴാണ് അവൻ എന്നോടൊരു കാര്യം പറഞ്ഞത്. ആറ്റിക്കിൽ നിന്നും എന്തോ ശബ്ദം കേട്ടു അത്രേ. ഞാൻ അവൻ പറ്റിക്കുന്നതാണെന്നാണ് കരുതിയത്. പക്ഷെ അവൻ തീർത്തു പറഞ്ഞു, ആ ഒരു കബോർഡിന്റെ മുകളിലാണ് ആറ്റിക്കിൽ പോകേണ്ട വഴിയുള്ളത്. അങ്ങനെ ഞാൻ ഒരു കസേരയും എടുത്ത് ആറ്റിക്കിന്റെ മുകളിൽ കയറുകയാണ്. പക്ഷെ മൈക്ക് പറഞ്ഞതുപോലെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ മുന്നിലേക്ക് പോയി. അപ്പോഴാണ് സൈഡിൽ ഒരു ചെറിയ രൂപം ഞാൻ കണ്ടത്. ഞാൻ ലൈറ്റ് അടിച്ചു നോക്കി. അത് പൂച്ചയായിരുന്നു. ഈ പൂച്ചയെ ആയിരിക്കാം നേരത്തെ ഈ ഒരു ക്യാബിന്റെ ഓണറായിട്ടുള്ള റിക്ക് അന്വേഷിച്ചത്. അങ്ങനെ ഞാൻ ഈ ഒരു കാര്യം മൈക്കിനോട് പറയുകയാണ്. നെക്സ്റ്റ് മൈക്കാണ് എണ്ണേണ്ടത്. ഞാൻ പുറത്തുള്ള ഷെഡിൽ ഒളിക്കാമെന്ന് കരുതി. എന്നിട്ട് ഞാൻ വീടിന്റെ പുറത്തിറങ്ങി ഷെഡിലേക്ക് നടന്നു. എന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറി ഒളിച്ചു. ഒരു 10 മിനിറ്റ് കടന്നുപോയി. എന്നിട്ടും മൈക്ക് എന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മൈക്ക് പുറത്തേക്ക് വരികയാണ്. അവൻ വീടിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം കറങ്ങി. അപ്പോഴാണ് വീടിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു രൂപം നടക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ വിൻഡോയിലെ കൂടെ അത് നോക്കിയത് മൈക്ക് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഷെഡിൽ വന്ന് എന്നെ പിടിക്കുകയാണ്. ഞാൻ അകത്തേക്ക് ഒന്നും കൂടെ നോക്കി. പക്ഷെ ആരും എനിക്ക് കാണാൻ സാധിച്ചില്ല. ഞാൻ കരുതി എനിക്ക് തോന്നിയതായിരിക്കാമെന്ന്. മൈക്ക് എന്നോട് വീണ്ടും എണ്ണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 10 വരെ എണ്ണി. ഞാൻ മൈക്കിന് വേണ്ടി താഴത്തെ ഫ്ലോർ മുഴുവൻ അന്വേഷിച്ചു. പക്ഷെ അവിടെയൊന്നും എനിക്ക് അവനെ കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അവൻ വീടിന്റെ പുറത്തുമില്ല, ഗ്രൗണ്ട് ഫ്ലോറിലുമില്ല. അതുകൊണ്ട് തീർച്ചയായും അവൻ മുകളിലത്തെ ഫ്ലോറിലായിരിക്കാം. ഞാൻ 2 റൂം അന്വേഷിച്ചു. പക്ഷെ മൈക്കിനെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. നെക്സ്റ്റ് ബാക്കിയുള്ളത് ഒരു ബാത്റൂമും പിന്നെ ഒരു റൂമും ആണ്. ഞാൻ ബാത്റൂമിന്റെ ഡോർ തുറന്നു. അപ്പോഴാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാളെ ഞാൻ കണ്ടത്. മറ്റാരും ആയിരുന്നില്ല, ക്യാബിന്റെ ഓണറായിട്ടുള്ള റിക്ക് ബാത്റൂമിലുണ്ടായിരുന്നു. അവനെ കണ്ട ഞെട്ടലിൽ ഞാൻ അലറി. അത് കേട്ട് മൈക്ക് അവിടെ എത്തിയിരുന്നു. മൈക്ക് എന്നോട് ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മൈക്ക് അത് പറഞ്ഞപ്പോൾ റിക്കിനെ കാണുകയാണ്. നമ്മൾ അവനോട് നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ബാത്റൂമിലെ ഫോക്കറ്റ് അവൻ റെഡിയാക്കുകയാണെന്ന്. മൈക്ക് അവനോട് പറഞ്ഞു, എന്തേലും ആയിക്കോട്ടെ, പക്ഷെ നിനക്ക് ഇവിടെ വരേണ്ട യാതൊരു പെർമിഷനും ഇല്ല. കാരണം നമ്മൾ ഈ ഒരു വീട് റെന്റിനെടുത്തിട്ടാണുള്ളത്. നമ്മൾ രണ്ടുപേരും റിക്കിനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് വരുവാണെങ്കിൽ നമ്മളെ അറിയിക്കണമെന്നും പറഞ്ഞു. റിക്ക് ഓക്കെ എന്ന് പറഞ്ഞ് വീടിന്റെ പുറത്തിറങ്ങി. നമ്മൾ ഡോർ ക്ലോസ് ചെയ്തു. ആദ്യം മുതലേ നമുക്ക് 2 പേർക്കും റിക്കിനെ പറ്റി വിചിത്രമായി തോന്നിയിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ആരുടെയും പെർമിഷൻ ഇല്ലാതെയാണ് അവൻ വീട്ടിനുള്ളിൽ കയറിയത്. അവൻ എക്സ്ക്യൂസ് ഉണ്ടാക്കുന്നത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നി. അതുകൂടാതെ അവൻ എന്തുകൊണ്ടാണ് മെസ്സേജ് അയക്കാത്തത്? കാരണം നമ്മുടെ 2 പേരുടെയും നമ്പർ അവന്റെ അടുത്തുണ്ട്. നമ്മൾ കരുതി അവന് സോഷ്യൽ അവയർനെസ് കുറവായിരിക്കുമെന്ന്. അതുകൊണ്ടായിരിക്കാം അവൻ ഇങ്ങനെ പെരുമാറുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നത് നിർത്തി. നമ്മൾ 2 പേരും വേറെ വേറെ മുറികളിൽ ഉറങ്ങാനായി പോയി. ഞാനങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്തോ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. സമയം ഇപ്പോൾ 11:39. ഡോറിൽ ആരോ മുട്ടുന്നുണ്ടായിരുന്നു. ഞാൻ മെല്ലെ വാതിൽ തുറന്നു. പുറത്ത് മൈക്കായിരുന്നു. മൈക്ക് എന്നോട് ചോദിച്ചു, നീ ഉറങ്ങിയില്ല? എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുമില്ല. ഞാൻ അവനോട് പറഞ്ഞു, ആരെങ്കിലും ഡോറിൽ വന്ന് മുട്ടിയാൽ വൃത്തിക്ക് ഉറങ്ങാൻ സാധിക്കുമോ? അവൻ ചോദിച്ചു, നമുക്ക് കുറച്ചേരം സംസാരിച്ചാലോ? എനിക്ക് ഉറക്കം വരുന്നുമില്ല.
മൈക്ക് വിൻഡോയിലേക്കൂടെ പുറത്തു നോക്കി. നല്ല സ്റ്റോം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം ഓർത്തത്. നോറ എന്തുകൊണ്ടാണ് ഒത്തിരി സമയമായിട്ടും വീട്ടിലെത്താത്തത്? അവൾക്കിനി വഴി തെറ്റിപ്പോയോ? ആ സമയമാണ് നമ്മൾ രണ്ടുപേരുടെയും ഫോണിൽ നോറയുടെ വോയിസ് മെസ്സേജ് വന്നത്. നമ്മൾ രണ്ടുപേരും ആ ഒരു വോയിസ് മെസ്സേജ് കേട്ടു. അവൾ ഒരു സ്റ്റോമിൽ പെട്ടു എന്നായിരുന്നു ആ ഒരു വോയിസ് മെസ്സേജിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ടെൻഷനായി. അപ്പോൾ മൈക്ക് പറഞ്ഞു, ഞാൻ എന്തായാലും നമ്മുടെ ട്രക്കും എടുത്ത് അവളെ കൂട്ടാൻ പോകാം. നീ എന്തായാലും ഈ ഒരു വീട്ടിൽ തന്നെ ഇരിക്കെ. ഞാൻ പറഞ്ഞു, നീ ഒറ്റക്കോ? ഞാനും കൂടെ വരാം. അവൻ പറഞ്ഞു, നീ വരുന്നത് ഡേഞ്ചറാണ്, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. ബി സേഫ് എന്ന് പറഞ്ഞ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ വാതിൽ ലോക്ക് ചെയ്തു. ഇപ്പോൾ എനിക്ക് അതിനേക്കാൾ ടെൻഷനായി. മൈക്കിന് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. നോറയും മൈക്കും സേഫ് ആയിട്ട് എന്നെ വീട്ടിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് മുകളിലെ റൂമിൽ ഉറങ്ങാനായി പോയി. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, എന്തായാലും ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നല്ലതാകും. അവൾ വരുന്നത് വരെ ഉറങ്ങാമെന്ന് പറഞ്ഞ് ഞാൻ ബെഡിൽ കിടന്നു. അങ്ങനെ ഞാൻ ഉറക്കത്തിലേക്ക് വീണു. ആരോ ഫ്രണ്ട് ഡോറിൽ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ആരോ വന്നിട്ടുണ്ട്. ഞാൻ കരുതി അത് നോറയും മൈക്കും ആയിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നു. ഞാൻ വിൻഡോയിലേക്കൂടെ പുറത്തു നോക്കി. അത് മൈക്കും നോറയും ആയിരുന്നില്ല, അത് അയാളായിരുന്നു. പിസ്സ ഷോപ്പിൽ നമ്മൾ പിസ്സ കഴിക്കുമ്പോൾ തനിക്ക് ലിഫ്റ്റ് തരുമോ എന്ന് ചോദിച്ച് അതേ സ്റ്റോക്കർ. അവൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞാൻ എൻ്റെ റൂമിലേക്ക് പോകാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവൻ എന്നോടൊരു കാര്യം പറഞ്ഞത്. ഞാൻ നിന്നെ കണ്ടു, തൽക്കാലം നീ വാതിൽ തുറക്ക്. ഞാനിപ്പോൾ തണുത്ത് വിറച്ചിട്ടാണുള്ളത്, ഞാൻ ഇപ്പോൾ മരിക്കും. ഞാൻ അതിന് റിപ്ലൈ കൊടുത്തില്ല. അവൻ വീണ്ടും ശക്തമായി വാതിലിൽ മുട്ടാൻ തുടങ്ങി. എന്നിട്ട് അവൻ വീണ്ടും പറഞ്ഞു, അർദ്ധരാത്രിയിൽ ഇങ്ങനെ വാതിലിൽ വന്ന് മുട്ടുന്നത് മോശമാണെന്ന് എനിക്കറിയാം, പക്ഷെ നീ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്ക്. ഞാൻ അവനോട് ക്യാബിന് പുറത്തുള്ള സോഫയിൽ കിടക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് പുറത്തൊന്നും കിടക്കേണ്ട, നീ എന്നെ അകത്ത് കയറ്റ്. ഞാൻ അവനോട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൻ എന്നോട് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത്. നീയും നിന്റെ ബോയ് ഫ്രണ്ടും നേരത്തെ ഫിഷിംഗ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. പിസ്സ ഷോപ്പിൽ നിങ്ങൾ എനിക്ക് ലിഫ്റ്റ് തരില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായതാണ്, നീ ഡിസർവ് ചെയ്യുന്നത് മരണമാണ്. മരണമാണ് നീ ഡിസർവ് ചെയ്യുന്നത്. ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് അവനോട് പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞത് ഇവിടെയൊന്നും ഒരൊറ്റ പോലീസ് വരില്ല എന്നാണ്. അതും പറഞ്ഞ് അവൻ പോയി. അപ്പോഴാണ് വീടിന്റെ ഓണറായിട്ടുള്ള റിക്കിന് മെസ്സേജ് അയക്കാമെന്ന് കരുതിയത്. അവൻ എന്തായാലും ഈ ഒരു ക്യാബിന്റെ അടുത്ത് തന്നെ ആയിരിക്കും താമസിക്കുന്നുണ്ടാവുക. എന്നിട്ട് ഞാൻ അവന് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഒളിച്ചു. കുറച്ച് സമയത്തിന് ശേഷം വാതിലിൽ ഒരു തട്ടൽ ഞാൻ കേട്ടു. ഞാൻ വിൻഡോയിലേക്കൂടെ പുറത്തു നോക്കി. അത് റിക്കായിരുന്നു. ഞാൻ വാതിൽ തുറന്നു. അവൻ ഉള്ളിൽ കയറി. എന്നിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഓ ഗോഡ്, നീ ഇവിടെ എത്തിയല്ലേ. ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ റിക്കിനോട് പറഞ്ഞു. എന്നിട്ട് റിക്ക് എന്നോട് പറഞ്ഞു, നീ ആരെ പറ്റി ആലോചിച്ചും ഭയക്കേണ്ട, ഞാനിപ്പോൾ നിന്റെ കൂടെയുണ്ട്. ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. അതിനുശേഷം റിക്ക് എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. ബൈ ദ വേ, നിന്റെ ഫ്രണ്ട് എവിടെ? നേരത്തെ നീ ഒരാളോട് കൂടിയല്ലേ ഉണ്ടായിരുന്നത്, അവൻ പോയോ? ഞാൻ പറഞ്ഞു, ഓ മൈക്കോ, അവൻ എൻ്റെ മറ്റൊരു സുഹൃത്തായ നോറയെ പിക്കപ്പ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അവൻ ഇപ്പോൾ തന്നെ വരും. റിക്ക് ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഹാളിലേക്ക് നടന്നു. ചെമ്മിണിയിലുണ്ടായിരുന്ന ഫയർവുഡിൽ നിന്നും അവൻ തീ കാഞ്ഞു. ഞാൻ ഡോറിന്റെ അരികിൽ തന്നെ ആയിരുന്നു. ഞാൻ അവന്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴാണ് എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നതിന്റെ നോട്ടിഫിക്കേഷൻ കണ്ടത്. ഞാൻ എൻ്റെ ഫോൺ ഓണാക്കി ആ ഒരു മെസ്സേജ് നോക്കി. അത് അയച്ചത് റിക്ക് ആയിരുന്നു. പക്ഷേ റിക്ക് എന്നെ കൺമുന്നിലുള്ളത്. ഞാൻ ആ ഒരു മെസ്സേജ് വായിച്ചു. നീ എവിടേക്ക് വരാനാണ് പറയുന്നത്? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ താമസിക്കുന്നത് ബെർലിംഗ്ടണിൽ. ഞാൻ വുഡ്ബറിയിൽ വന്നിട്ട് തന്നെ ഒരുപാട് കാലങ്ങളായി. ഇതായിരുന്നു ആ ഒരു മെസ്സേജിൽ ഉണ്ടായിരുന്ന സന്ദേശം. ഞാൻ ആ ഒരു മെസ്സേജ് വായിച്ചപ്പോൾ ഭയന്ന് വിറച്ചു. അപ്പോൾ എൻ്റെ അടുത്തുള്ള റിക്ക് ആരാണ്? ഇതിൽ ആരാണ് റിയൽ റിക്ക്? ആ സമയമാണ് എൻ്റെ കൂടെയുള്ള റിക്ക്, അഥവാ ആ ഒരു ഫേക്ക് റിക്ക്, എൻ്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ വരാൻ തുടങ്ങിയത്. എനിക്ക് അനങ്ങാൻ സാധിച്ചില്ല. എന്താണെന്നറിയില്ല. അവൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എല്ലാം ഓക്കെ അല്ലേ മിസ്? ഞാൻ എന്ന് പറഞ്ഞു. അവൻ വീണ്ടും പറഞ്ഞു, ഈ അർദ്ധരാത്രി നിങ്ങൾ ആരോടാണ് ടെസ്റ്റ് അയക്കുന്നത്? നിന്റെ സുഹൃത്തിനോടാണോ? ഞാൻ ചോദിച്ചു, നീ ആരാണ്? റിക്ക് പറഞ്ഞു, മിസ്, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? ഞാൻ റിക്കല്ലേ, നിങ്ങളത് മറന്നുപോയോ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ തിരിച്ചു പോകാം. അവൻ പറഞ്ഞു, നിങ്ങളല്ലേ നിങ്ങൾക്ക് സേഫ്റ്റി വേണമെന്നൊക്കെ പറഞ്ഞത്, പിന്നെന്താണ്? ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് പോയിക്കോളാം. ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ തന്നെ ഈ ഒരു ക്യാബിൻ വിട്ടു പോകണം. അപ്പോൾ അതിന് മറുപടിയായി ആ ഒരു ഫേക്ക് റിക്ക് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇപ്പോൾ പറഞ്ഞത്? ഞാൻ പോകണമെന്നോ?
അപ്പോൾ നിനക്ക് കാര്യം മനസ്സിലായല്ലേ? ഇതെന്റെ വീടാണ്, നീയാണ് പോകേണ്ടത്. അങ്ങനെ അവൻ പറയുമ്പോഴായിരുന്നു ഡോറിൽ ഒരു തട്ടല് കേട്ടത്. എനിക്കുറപ്പാണ് അത് മൈക്കും നോറയുമാണ്. അപ്പോൾ അവൻ പറഞ്ഞു, നമ്മളിൽ രണ്ടുപേരിൽ ഒരാൾ മാത്രമേ ഈ ഒരു ക്യാബിൻ വിട്ട് പുറത്തു പോവുകയുള്ളൂ. അതും പറഞ്ഞ് അവൻ ഫ്രണ്ട് ഡോറിലേക്ക് ഓടുകയാണ്. അവൻ ഹാൻഡിലിൽ എന്തോ ചെയ്യുന്നുണ്ട്, പൊട്ടിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ നിന്നില്ല, ബേസ്മെന്റിലേക്ക് പോവുകയാണ്. ഞാൻ സ്റ്റെയറിന്റെ താഴെ ഉണ്ടായിരുന്ന മുറിയിൽ കയറി ഒളിച്ചു. റിക്ക് അവിടേക്ക് വരുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ബേസ്മെന്റിൽ വേറൊരു റൂം ഉണ്ടായിരുന്നു. അതിന് ഡോർ ക്ലോസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ അതിനെപ്പറ്റി മുന്നേ ആ ഒരു ഫേക്ക് റിക്കിനോട് ചോദിച്ചിരുന്നു. അവൻ എന്നോടും മൈക്കിനോടും പറഞ്ഞത് അത് തുറക്കേണ്ടെന്നാണ്. പക്ഷെ ഇപ്പോൾ അവൻ കൂളായിട്ട് തന്നെ ആ ഒരു വാതിൽ തുറന്നു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അവൻ ഇത്രയും നേരം ആ ഒരു റൂമിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ നേരവും അവൻ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. അങ്ങനെ അവൻ അതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. ഇത് ഇവിടെ നിന്നും രക്ഷപ്പെടേണ്ട പറ്റിയ സമയമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ മെല്ലെ വാതിൽ തുറന്നു. ഒരു ശബ്ദവും ഉണ്ടാക്കാതെ അവൻ കാണാതെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ നടക്കുമ്പോഴായിരുന്നു ഫോണിൽ ആരോ കോൾ ചെയ്തത്. അത് നോറയായിരുന്നു. ആ ശബ്ദം കേട്ട് അവൻ എന്നെ നോക്കി. ഞാൻ പിന്നെ അവിടെ നിന്നില്ല. എനിക്ക് പറ്റുന്ന അത്രയും സ്പീഡിൽ ഫ്രണ്ട് ഡോറിന്റെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷെ എനിക്ക് തുറക്കാൻ കഴിഞ്ഞില്ല, കാരണം അതിന്റെ ഹാൻഡിൽ അവൻ പൊട്ടിച്ചിരുന്നു. ഇനി എനിക്ക് ഒറ്റൊരു ഓപ്ഷൻ മാത്രമാണുള്ളത്, മുകളിലെ എൻ്റെ മുറിയിൽ പോയി അവിടുത്തെ കബോർഡിൽ ഒളിക്കുക. ഞാൻ ഓടി മുകളിലെ എൻ്റെ റൂമിലേക്ക് ചെന്നു. എന്നിട്ട് കബോർഡിന്റെ ഡോർ തുറന്ന് അതിൽ ശബ്ദമുണ്ടാക്കാതെ ഒളിച്ചു. റിക്ക് അവിടെ പെട്ടെന്ന് തന്നെ എത്തി, അഥവാ ആ ഒരു ഫേക്ക് റിക്ക്. അവൻ ഇങ്ങോട്ടും അങ്ങോട്ടും സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആ സമയം ഞാൻ എന്തോ കേട്ടു. പുറത്ത് കാറ് വരുന്ന ശബ്ദം. അതെ, നോറയും മൈക്കും എത്തിയിട്ടുണ്ട്. ആ ഒരു ശബ്ദം കേട്ട് റിക്ക് റൂമിന്റെ പുറത്തു പോയി. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ റൂമിൽ തിരിച്ചു വന്നു. അപ്പോഴാണ് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നത്. മറ്റൊന്നുമല്ല, നോറ വീണ്ടും കോൾ ചെയ്തു. ആ ഒരു ശബ്ദം അവൻ തീർച്ചയായും കേട്ടിട്ടുണ്ടാകും. അവൻ ഇങ്ങോട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന കസേര അവിടെ വെച്ച് ഞാൻ അത് ഉപയോഗിച്ച് ആറ്റിക്കിൽ കയറി. അവൻ അവിടെ എത്തിയപ്പോൾ എന്നെ കാണാൻ അവന് സാധിച്ചില്ല. ഞാൻ ആറ്റിക്കിന്റെ കുറച്ചുകൂടെ ഉള്ളിൽ പോയി അവിടെ സൈഡിൽ ശബ്ദമുണ്ടാക്കാതെ ഒളിച്ചു. അപ്പോഴാണ് നോറ വീണ്ടും മെസ്സേജ് അയച്ചത്. നമ്മൾ എത്തിയെന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ മെസ്സേജിൽ ഉണ്ടായിരുന്നത്. അതുകൂടാതെ പെട്ടെന്നായിരുന്നു റിക്കും കൂടെ മെസ്സേജ് അയച്ചത്, അഥവാ ശരിക്കുള്ള റിക്ക്. നീ ഇപ്പോൾ സേഫാണ്, ഇതായിരുന്നു ആ ഒരു മെസ്സേജ്. ഞാൻ ആറ്റിക്കിലൂടെ താഴേക്ക് നോക്കി. അപ്പോൾ അവിടെ റിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ താഴേക്ക് ചെന്നു. ആ ഒരു മുറിയിലും റിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഫ്രണ്ട് ഡോറിൽ മൈക്ക് ശക്തമായി ഇടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടത്. ഞാൻ വേഗം തന്നെ ഫ്രണ്ട് ഡോറിന്റെ അരികിലേക്ക് ഓടി. ആ സമയം കൊണ്ട് തന്നെ മൈക്ക് വാതിൽ അടിച്ചു പൊട്ടിച്ചിരുന്നു. ഞാൻ അവനോട് അവൻ പോയിട്ട് സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറയുകയാണ്. റിക്ക് പോലീസിനെ വിളിച്ചു. അവർ വന്നപ്പോൾ തന്നെ സ്റ്റോം പോയിരുന്നു. അതുകൊണ്ട് പോലീസ് പെട്ടെന്നെത്തി. പോലീസും മൈക്കും ആ ഒരു ക്യാബിൻ മുഴുവൻ അന്വേഷിച്ചു. പക്ഷേ ആ ഒരു ഫേക്ക് റിക്കിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ഫേക്ക് റിക്കിനെ കണ്ടിട്ടില്ല. സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കഥ തീരുമെന്ന് ഉറപ്പാണ്. ഇത് സംഭവിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. എന്നിട്ടും ഈ ഒരു സംഭവം എൻ്റെ മനസ്സിൽ നിന്നും പോയിട്ടില്ല. ഈ ഒരു സ്റ്റോറി ഫിയേഴ്സ് ടു ഫാതം എന്ന ഗെയിമിൽ നിന്നുമാണ് എടുത്തത്. ഫിയേഴ്സ് ടു ഫാതമിൻ്റെ 5ാമത്തെയും അവസാനത്തെയും എപ്പിസോഡാണ് വുഡ്ബറി ഗേറ്റ്വേ. അപ്പോൾ ആ ഒരു എപ്പിസോഡിൽ നിന്നുമാണ് ഇന്നത്തെ കഥ എടുത്തത്. എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുകൂടാതെ ഈ ഒരു സ്റ്റോറി ഒരു റിയൽ ലൈഫ് സംഭവത്തിൽ നിന്നുമാണ് എടുത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ഗുഡ് ബൈ.